ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വി ചാനൽ. ഫൈനലി ജനനായകൻ തിയേറ്ററിലേക്ക്. ജനുവരി 9, 2026 പൊങ്കൽ റിലീസിനായി എത്തേണ്ട ചിത്രമാണ്. 4 മാസങ്ങൾ കഴിയുമ്പോഴും ഒരു മാറ്റവുമില്ലാതെ പെട്ടിയിൽ തന്നെ ഉണ്ട്, തിയേറ്ററിലേക്ക് എത്തിയിട്ടില്ല. തളപതി വിജയ് തലൈവർ വിജയായിട്ട് മാറി ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഇലക്ഷൻ്റെ മോറൽ ഓഫ് ദ കോണ്ടക്ട് പ്രകാരം ഇൻഫ്ലുവൻസിങ് കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് സിനിമ റിലീസ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വരുന്നു. അതുമാത്രമല്ല, പല സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സിൻ്റെ പ്രഷർ, അവരുടെ താല്പര്യമില്ലായ്മ, CBSEയുടെ സർട്ടിഫിക്കറ്റ് തരാത്ത ഇഷ്യൂ കാരണമൊക്കെ ആയിട്ട് സിനിമ റിലീസ് ചെയ്തില്ല. ഇപ്പോൾ വന്നത് മെയ് 8 സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. മെയ് 8 CBSEയുടെ ഈ ആഴ്ചയിൽ CBSEയുടെ കയ്യിൽ നിന്ന് ജനനായകന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ മെയ് 8 റിലീസ് ഉണ്ടായിരിക്കും. ജനനായകൻ ഫൈനലി തിയേറ്ററിലേക്ക് എത്തും. പക്ഷേ ഈ ആഴ്ച ജനനായകന് CBSE സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തില്ല എങ്കിൽ പിന്നെയും ദിവസങ്ങൾ നീളും, പിന്നെ ആഴ്ചകൾ നീളും. പിന്നെ വരുന്നത് 21 മെയ്നാണ്. ബക്രീദ് റിലീസിനോടനുബന്ധിച്ച്, വലിയ പെരുന്നാൾ റിലീസിനോടനുബന്ധിച്ചായിരിക്കും, അതായത് ദൃശ്യത്തിൻ്റെ ഒപ്പമൊക്കെ ആയിരിക്കും സിനിമ റിലീസ് ചെയ്യാൻ സാധ്യത കൂടുതൽ. കണ്ടു തന്നെ അറിയണം എങ്ങനെയാണ് സിനിമ റിലീസാകും എന്നുള്ളത്. പക്ഷേ ഇപ്പോഴുള്ള ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇനിയും CBSE സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാത്തതെന്ന് മനസ്സിലാകുന്നില്ല. എലക്ഷൻ കഴിഞ്ഞു, സിനിമ ലീക്കായി, അതിൽ 75% പേരുകൾ സിനിമ കണ്ടു. പരമാവധി സിനിമകൾ ബ്ലോക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും പരമാവധി പേര് ആദ്യ രീതിയിലുള്ള ഷെയറും കാര്യങ്ങളിൽ തന്നെ സിനിമ കണ്ടു. അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും കാര്യങ്ങളും ചെയ്തിട്ട് വരെ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് CBSE, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, ഇപ്പോഴും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാത്തത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവർ ഈ ആഴ്ച സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ മാത്രമേ മെയ് 8 എന്നുള്ള ഒരു ഡേറ്റിലേക്ക് നമുക്ക് ജനനായകൻ റിലീസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാത്ത പക്ഷം ജനനായകൻ വീണ്ടും നീളും, ആഴ്ചയും നീളും. മെയ് 21 ബക്രീദ് റിലീസിനോടനുബന്ധിച്ചായിരിക്കും റിലീസ് ചെയ്യാൻ ഒരുങ്ങുക. കാരണം അപ്പോഴേ ഒരു ഫെസ്റ്റിവൽ റിലീസ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റിലീസ് വരുന്ന ഒരു ടൈമുമാണ്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് മെയ് 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് ലാലേട്ടൻ്റെ ദൃശ്യം 3 റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഒരു ക്ലാഷ് വരാൻ സാധ്യത കൂടുതലുമാണ്. അപ്പോൾ എങ്ങനെയാണ് വരും എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. ഈവൻ ചിലപ്പോൾ 14-ാം തീയതിയും വന്നേക്കാം. അതായത് 8-ാം തീയതി സിനിമ റിലീസ് ചെയ്യുന്നില്ലെങ്കിൽ 14-ാം തീയതിയും വന്നേക്കാം. അതായത് സൂര്യയുടെ കറുപ്പ് അന്നാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് തന്നെ ചിലപ്പോൾ ഒരു ക്ലാഷ്, സൂര്യ തളപതി വിജയ് ക്ലാഷും സംഭവിച്ചേക്കാമെന്നാണ് അറിയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏപ്രിൽ 30 ധനുഷിൻ്റെ കര റിലീസ് ചെയ്യുന്നുണ്ട്. 7-ാം തീയതി ജനനായകൻ, 8-ാം തീയതി ജനനായകൻ റിലീസാകുകയാണെങ്കിൽ കര ഏപ്രിൽ 30 റിലീസാകുന്നതിൻ്റെ ലോങ് റണ്ണിനെ ബാധിക്കുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ 7-ാം തീയതിയോ 8-ാം തീയതിയോ ജനനായകൻ റിലീസാകുന്നുണ്ടെങ്കിൽ കറുപ്പിൻ്റെ 14-ാം തീയതി റിലീസ് ചെയ്യുന്ന കറുപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് റണ്ണിനെയും ബാധിക്കുമോ എന്നുള്ള ഒരു സംശയങ്ങളും സിനിമാ മേഖലയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എന്നായിരിക്കും യഥാർത്ഥ റിലീസ് എന്ന് കെവിൻ പ്രൊഡക്ഷൻസ് ഇതുവരെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. സോഴ്സസും റിപ്പോർട്ട്സുകളും കാര്യങ്ങളും പറയുന്നത് മെയ് 8 തന്നെ ആയിരിക്കുമെന്നാണ്. പക്ഷെ എന്നിരുന്നാലും CBSEയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ നാളെ സിനിമ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നിട്ട് നാളെ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ നിന്നറിഞ്ഞവരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല, എക്സ്പെക്റ്റേഷനിലും ഇരിക്കുന്നില്ല. കാരണം എന്ത് വേണോ എപ്പോൾ വേണോ നടക്കാം. എന്തായാലും മെയ് 4 തമിഴ്നാട്ടിൽ റിസൾട്ട് വരുന്നത്, ഇലക്ഷൻ റിസൾട്ട്. അത് കഴിഞ്ഞ് എന്തായാലും ഈ മെയ് മാസം തന്നെ ആയിരിക്കും സിനിമ റിലീസ്. ബട്ട് എപ്പോഴാണ് ഒരു കറക്റ്റ് ഡേറ്റ് വരിക എന്നുള്ളത് വരുന്ന വീക്കുകളിൽ തന്നെ മനസ്സിലാകണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആഴ്ച സർട്ടിഫിക്കറ്റ് CBSE ഇഷ്യൂ ചെയ്യാൻ മാത്രമേ മെയ് 8 നമുക്ക് ജനനായകൻ റിലീസ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ ബക്രീദ് റിലീസിനോടനുബന്ധിച്ചായിരിക്കും വരുന്നത്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. ബട്ട് ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ വെച്ച് മെയ് 8 തന്നെ ആയിരിക്കുമെന്നാണ് സാധ്യതകൾ പറയുന്നത്. കാരണം മെയ് 4 ഇലക്ഷൻ വരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവർ മിക്കവാറും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധ്യത ഉണ്ട്. എന്നിരുന്നാലും ഇനിയിട്ട് വട്ടം കറക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. ജനനായകൻ ഫൈനലി തിയേറ്ററിലാണ്. തളപതിയുടെ അവസാന ചിത്രമെന്ന് വിശേഷിക്കപ്പെട്ട ജനനായകൻ. H. വിനോദാണ് സംവിധാനം, അനിരുദ്ധ് രവിചന്ദ്രാണ് മ്യൂസിക്, പൂജ ഹെഗ്ഡെ, മമിത ബൈജു, പ്രകാശ് രാജ് എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളിൽ വരുന്നത്. പ്രകാശ് രാജ് ഈവൻ ജനനായകനിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അടുത്ത ഇലക്ഷനിൽ വന്നപ്പോൾ അത് അവരുടെ
എല്ലാം വില പോയതാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അത് നമുക്ക് സംസാരിക്കേണ്ട. ആൻഡ് ജനനായകൻ മെയ് 8 എത്തുമെന്ന പ്രതീക്ഷയിലൂടെ. അപ്പൊ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമന്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്. സബ്സ്ക്രൈബ് മറക്കണ്ട. നിങ്ങൾ പഴയതുപോലെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ആവേശം, എനർജി. താങ്ക് യു ഗൈസ്, ലവ് യു ഗൈസ്, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ്.